ഹലോ, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു പസിൽ മേക്കിംഗ് വീഡിയോ ആണ്. ഈ ഒരു പസിൽ മേക്കിംഗ് വീഡിയോയിൽ ഞാൻ വാങ്ങിയതല്ല, ഇതിന് എനിക്കൊരു ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ്. ഇങ്ങനത്തെ 2 സെറ്റാണുള്ളത്. ഒന്ന് കഫേൻ്റെ ആയിരുന്നു. ആ ഒരു കഫേ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ കാണിക്കാനൊന്നും പറ്റിയില്ല. പിന്നെ അത് ഊരിയിട്ട് അതിൽ തന്നെ വെച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ഇതൊന്ന് അൺബോക്സ് ചെയ്തിട്ടില്ല. എൻ്റെ അൽമാരയിൽ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അത് വെറുതെ ഇരിക്കുന്നുണ്ടപ്പോൾ ഒന്ന് ജസ്റ്റ് അൺബോക്സ് ചെയ്ത് ഉണ്ടാക്കി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പം നേരെ ഫോൺ എടുത്തിട്ട് വീഡിയോ എടുക്കാൻ തുടങ്ങിയൊരു വീഡിയോ ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പസിൽസൊക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ നല്ലത് വായിക്കുക, നല്ലതാണ്. പിന്നെ ഇതിൽ നിങ്ങൾക്കൊരു ഉപകാരപ്പെട്ട സംഭവം എന്ന് പറയുന്നത്, ഇതിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ പസിൽസ് തന്നെയാണ് കിട്ടിയെങ്കിൽ അതെങ്ങനെയാണ്, അതെന്താണെന്നൊക്കെ ഇതിൽ പറഞ്ഞു തരുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇങ്ങനെയായിരിക്കും, ഒരു ബുക്ക് മാറിയായിരിക്കും കിട്ടുന്നുണ്ടാവുക. ഈ ഒരു ബുക്ക് മാറി കിട്ടുന്നതിൽ കുറേ പീസസ് ഉണ്ടാവും. അതിൽ 4 ഷീറ്റ്സിൽ 36 പീസസ് ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു 36 പീസസ് ഉണ്ട്. അതിൽ കാണിച്ച ബേർഡ് പോലെ ഒരു 3D എഫക്റ്റ് മാറി നമ്മളത് ഉണ്ടാക്കും. അതാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പക്ഷെ ഇതിന് കുറച്ച് കാര്യങ്ങളുണ്ട്. ഉള്ളിലൊന്നും ഉണ്ടാക്കാൻ വേണ്ടി അവർക്ക് തരില്ല. പുറത്തുനിന്ന് കാണാനൊരു ഡെസ്കോറായി വെക്കാനും പറ്റുന്ന ഒരു സംഭവമാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ വീടുണ്ടാക്കുന്നതിനെക്കാട്ടി നല്ലത് കഫേ എന്ന് ഞാൻ പറയുന്നില്ല. കഫേനെക്കാട്ടി നല്ലത് ഈസി ആയിട്ട് എനിക്ക് തോന്നിയത് ഈ വീടാണ്. കഫേ എന്ന് പറയുന്നത് കുറേ പൂവും കുറേ കാര്യങ്ങളൊക്കെ വീണ് പോകുന്നുണ്ട്. എനിക്ക് എന്തൊരു വിരച്ചിലുണ്ടാവില്ല. അതേമാതിരി എനിക്ക് ഇതിൽ വന്നിട്ടില്ല. ഒരു പൂവിന് മാത്രമേ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുള്ളൂ. ഓക്കെ, ബൈ ദ വൈ നമുക്ക് ഉണ്ടാക്കുന്നതിൽ തുടങ്ങണം. അപ്പോൾ ഈ വീട് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ കുറേ പീസസ് വേണം, പ്രത്യേകിച്ച് ഓട്, അതിൻ്റെ വീട്. അപ്പോൾ ഇതിന്മേ എല്ലാവരും ഉണ്ടാക്കേണ്ടത് നമുക്ക് ആ ഒരു പുല്ലിൻ്റെ ഭാഗമല്ലേ, അതാണ് നമുക്ക് അതിന്മേലാണ് നമ്മൾ എല്ലാതും ചെയ്യേണ്ടത്. അതിൽ കിട്ടുന്നതിൽ അതിൽ ഏറ്റവും താഴെ വെക്കുന്നൊരു സംഭവം ഉണ്ടാവും. അപ്പോൾ ഒരു കാര്യം പറയാനുള്ളത്, നിർബന്ധമായും ചെയ്യേണ്ട ഒരു കാര്യമാണ്, ആ പേപ്പർ ഇല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ അത് ഇതേപോലെ കേടെടുത്തി കഴിഞ്ഞാൽ അത് ശരിക്കും നിൽക്കില്ല, നിങ്ങൾക്കത് ഉണ്ടാക്കാനും വയ്ക്കില്ല. അതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഉണ്ടാക്കാതെ നിൽക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതുവരെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ ഉണ്ടാക്കുമ്പോൾ അതിൽ കുറേ ഓട്ടകളൊക്കെ ഉണ്ടാവും, പൊട്ടിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും. ഇത് കൈകൊണ്ട് പൊട്ടിച്ച് കഴിഞ്ഞാൽ കീറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കൂർത്ത ചാവിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുത്തി നോക്കുക. അപ്പോൾ ഞാൻ ബാക്കി ഉണ്ടാക്കിയതൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ അതുവാണെങ്കിൽ ഇതാണ് അതിൻ്റെ ലാസ്റ്റ് ലുക്ക്. പിന്നെ ഇത് ഉണ്ടാക്കുന്ന പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ കുറേ നമ്പേഴ്സ് കണ്ടിട്ടില്ലേ. അപ്പോൾ പേഴ്സസിലും നമ്പേഴ്സ് ഉണ്ടാവും. അതിലിങ്ങനെ ആ നമ്പേഴ്സ് കൂട്ടി കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.